കൂടിയിരിക്കുക. നിങ്ങളും ഞാനും എവിടെയാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എവിടെയാണെന്ന്, ഞാൻ എവിടെയാണെന്ന് നിങ്ങൾക്കും അറിയില്ല. പക്ഷെ നമ്മളെല്ലാം എവിടെയാണ് ഇരിക്കുന്നതെന്നും എങ്ങനെയാണ് ഇരിക്കുന്നതെന്നും എങ്ങനെയൊക്കെയാണ് നമ്മളുടെ ജീവിതമെന്നും നമ്മുടെ ദൈവം അറിയുന്നു. അതാണ് ഏറ്റവും വലിയ സമാധാനം. നമുക്ക് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കണം, ഇതും എൻ്റെ ദൈവം അറിയുന്നു, അവസാനം ഇത് അവൻ എൻ്റെ നന്മയ്ക്കാക്കി തരും. ഇന്ന് യോബിന്റെ പുസ്തകമാണ് 1-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള തിരുവചനങ്ങളിൽ ഊസ് ദേശത്തെ ഏറ്റവും വലിയ ധനവാനായ മനുഷ്യനെ പറ്റി പറയുക. മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു വലിയ സമ്പന്നനായ നീതിമാൻ. ദൈവമാണ് നീതിമാനെ പറ്റി പറയുന്നത്. സാത്താനോട് ചോദിക്കുക, എൻ്റെ മകൻ യോബിനെ പോലെ നീതിമാനായി നീ ആരെയെങ്കിലും കണ്ടോ? അപ്പൊ അതിനു മുമ്പ് ഈ നീതിമാനായ പിതാവിന്റെ ഒരു സ്വഭാവം വെളിപ്പെടുത്തുന്ന 3-ാമത്തെ വചനത്തിന്റെ 1-ാം അധ്യായം 3-ാമത്തെ വചനത്തിന്റെ 2-ാം ഭാഗങ്ങൾ മുതലുണ്ട്. 4-ാമത്തെ, അവന്റെ പുത്രന്മാർ തവണ വെച്ച് നിശ്ചിത ദിവസങ്ങളിൽ തങ്ങളുടെ വീടുകളിൽ വിരുന്നൊരുക്കുമായിരുന്നു. ഇവരെല്ലാ കൂടപ്പിറപ്പുകളെയും ക്ഷണിക്കും. സൽക്കാരങ്ങൾ നടക്കുകയും ഞങ്ങളുടെ 3 സഹോദരന്മാരെയും അതിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുമായിരുന്നു. ഇത് പതിവായിരുന്നു. സൽക്കാര കർമ്മങ്ങൾ കഴിയുമ്പോൾ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തിന്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാവാം എന്ന് വിചാരിച്ച് യോബ് അവരെ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി ദഹനബലി അർപ്പിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഇവിടെ ഈ യോബിനെ വരച്ച് കാണിക്കുന്നത് നമ്മൾ അപ്പനാണ്, അമ്മയാണ്, കൂടപ്പിറപ്പാണ്, ചേട്ടനാണ്, അനിയനാണ്, അനിയത്തിയാണ്, അങ്ങനെയാണ് ജീവിക്കുന്നത്. ഇവിടെ ഈ അപ്പന്റെ വലിയൊരു ഉത്തരവാദിത്വം കൃത്യമായിട്ട് എടുത്ത് കാണിക്കുക. പണ്ട് കാലത്ത് നമ്മുടെ സമൂഹത്തിലും അങ്ങനെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ, എന്തെങ്കിലും ഒരു വിശേഷം വന്നാൽ നമ്മുടെയൊക്കെ വീടുകളിൽ എല്ലാവരും ചേരും. എല്ലാവരും കൂടി ചോറ് വെക്കുകയും കറി വെക്കുകയും അങ്ങനത്തെ വലിയ കൂട്ടായ്മയായിരുന്നു. പക്ഷെ ഇന്ന് അതൊന്നുമില്ല. ഇന്ന് എന്തെങ്കിലും പരിപാടി നടത്തുന്നെങ്കിൽ എവിടെയെങ്കിലും വെച്ച് നടത്തും. കഴിക്കാറായി വരുമ്പോൾ നമ്മൾ പോയി കഴിച്ചിട്ട് പോകും. പക്ഷെ ഈ അപ്പന്റെ മക്കൾ ഒന്നു ചേർന്ന് അവര് ആഘോഷമെല്ലാം കഴിഞ്ഞ് പിരിയുമ്പോൾ പിറ്റേ പ്രഭാതത്തിൽ നീതിമാനായ പിതാവ്, ഒരപ്പന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തത്തെ പറ്റി ഈ ദൈവവചനം നമ്മളെ ബോധപ്പെടുത്തുകയാണ്. നീ അപ്പനാണോ? ആണെങ്കിൽ ഓരോ കൂട്ടായ്മ കഴിയുമ്പോഴും ഓരോ സന്തോഷത്തിന്റെ ഓരോ കൂട്ടായ്മയ്ക്ക് കൂടുമ്പോൾ പോലും നമ്മളൊക്കെ പച്ച മനുഷ്യരാണ്. വീഴ്ച പറ്റാവുന്ന, ബലഹീനതകൾ പറ്റാവുന്ന, കുറ്റപ്പെടുത്താമെന്ന്, ഒറ്റപ്പെടുത്താമെന്ന്, തള്ളിക്കളയാവുന്ന തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞ് എന്തെങ്കിലും, അതൊന്നും ദൈവത്തിന് ഇഷ്ടമല്ല. കൂട്ടായ്മ കൂടുന്നത് ദൈവത്തിന്റെ സ്നേഹത്തെ പ്രതിയാണെങ്കിലും ആ കൂട്ടായ്മയിൽ സാത്താൻ കളിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് ആ മനുഷ്യൻ ചിന്തിച്ചുകൊണ്ട് തൻ്റെ മക്കൾക്ക് വേണ്ടി പരിഹാര ബലി അർപ്പിക്കുന്ന ഒരു നല്ല അപ്പനെ പറ്റിയാണ്. ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അപ്പന്മാരോട് ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെയൊക്കെ മക്കളെ ഓർത്ത് നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് 3 മക്കളാണ് ഉള്ളത്. എൻ്റെ ജപമാലയുടെ 3 രഹസ്യങ്ങൾ, ആദ്യത്തേത് ഇളയ മകൾക്കും, രണ്ടാമത്തെ മകൾക്കും, 3-ാമത്തെ രഹസ്യം മൂത്ത മകൾക്കുമായി കാഴ്ചവെച്ചാണ് ഓരോ ദിവസവും ഒരു 4 ജപമാല, ഒത്തിരി ജപമാലയൊന്നും ചെല്ലില്ല, 3 അല്ലെങ്കിൽ 4 ജപമാല എല്ലാ ദിവസവും ചെല്ലുന്നതാണ്. ഞാൻ മക്കളെ സമർപ്പിച്ചുകൊണ്ടാണ്. കാരണം അവർ നമ്മുടെ കയ്യിലല്ല. അവർ പല സ്ഥലങ്ങളിൽ പല സാഹചര്യങ്ങളിൽ ജീവിക്കുമ്പോൾ എൻ്റെ മകൾക്ക് വീടുണ്ട്, കാറുണ്ട്, സൗകര്യമുണ്ട്, അല്ലെങ്കിൽ മുതലുണ്ട് എന്ന് പറയുന്നതിനപ്പുറമായി അവരെ സംരക്ഷിക്കാൻ നമ്മുടെ പ്രാർത്ഥന അവർക്ക് കാവലും സംരക്ഷണവും കോട്ടയുമായിരിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാലുള്ള ഏറ്റവും വലിയ പ്രത്യേകത, മക്കളെ ഓർത്തുള്ള ആകുലത നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകും. ഈ അപ്പനുണ്ടായിരുന്ന കുഴപ്പം, വിഷമം ഇതാണ്. മക്കളെല്ലാം കൂടി ചേർന്ന് യുവമാർ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചോ? അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് അവരെ ശുദ്ധീകരിക്കുക എന്നുള്ളത്, അഴുക്ക് പറ്റിയ ഒരു കുഞ്ഞിനെ അമ്മ അല്ലെ അപ്പൻ കുളിപ്പിച്ച് വൃത്തിയാക്കുന്നത് പോലെ ഓരോ സമ്മേളനങ്ങൾക്ക് ശേഷവും ആത്മീയമായി ദൈവവുമായിട്ട് അവർ അകന്നു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പരിഹാര ബലി അർപ്പിക്കുന്ന ഒരപ്പനായി, ഒരമ്മയായി ജീവിക്കാൻ നമ്മളെ കൂടെ ഈ വചനം ക്ഷണിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടോ? നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്.
പ്രഭാഷകന്റെ പുസ്തകം 51:22 ഒരു വചനമുണ്ട്. കർത്താവ് എനിക്കൊരു നാവ് നൽകി, അതുപയോഗിച്ച് ഞാൻ അവനെ പ്രകീർത്തിക്കും. പ്രഭാഷകൻ പറയാണ്, കർത്താവ് എനിക്കൊരു നാവ് നൽകി, അതുപയോഗിച്ച് ഞാൻ അവനെ പ്രകീർത്തിക്കും. മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്ക് വേണ്ടിയും നമ്മുടെ അയൽക്കാർക്ക് വേണ്ടിയും നമ്മുടെ മുൻപിൽ കാണുന്ന വേണ്ടാത്ത കാഴ്ചകൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാ. ചെയ്യുന്നുണ്ടോ? ഞാൻ ഈ എറണാകുളം പട്ടണത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് വേണ്ടാത്ത കാഴ്ചകൾ കാണുന്നുണ്ട്. എനിക്ക് ആ കുഞ്ഞുങ്ങളൊന്നും നമ്മുടെ വീട്ടിലുള്ള ഒരു 17 വയസ്സ് 18 വയസ്സുള്ള കുഞ്ഞുങ്ങളാണും പെണ്ണും എല്ലാം കൂടി ഇവിടെ പല മൂലയ്ക്കും പല കടത്തിണ്ണകളിലും അതുപോലെ മെട്രോ സ്റ്റേഷന്റെ വാതിക്കലും ഒക്കെ കെട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുന്ന കാഴ്ച അവിചാരിതമായി കാണേണ്ടി വരുന്നുണ്ട്. പെൺപിള്ളേർ അന്തസ്സായിട്ട് സിഗരറ്റ് വലിച്ചിട്ട് സഭ്യമല്ലാത്ത വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതം. ഞാനുമായിട്ട് അവർക്ക് നേരിട്ടൊരു ബന്ധമില്ലെങ്കിലും ഞാൻ അവരെ കാണുമ്പോൾ എൻ്റെ തമ്പുരാനെ, ഇതുങ്ങളെ അനുഗ്രഹിക്കണമേ, ഇതുങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ മക്കളായിരിക്കുന്ന സ്ഥലത്ത് ദൈവം നമ്മുടെ മക്കളെ കാക്കും. ഭൂമിയുടെ ഉപ്പായി തീരുന്നത് ഉപ്പ് ചെന്ന് വീഴുന്നിടത്തെല്ലാം ഉപ്പിന്റെ സ്വഭാവം കൊടുക്കുന്നത് കൊണ്ടാണ്. പ്രകാശമായി തീരുന്നത് അന്ധകാരമുള്ളിടത്ത് പ്രകാശമായി നിങ്ങളും ഞാനും മാറുമ്പോഴാണ്. അങ്ങനെ അല്ലെങ്കിൽ എനിക്കെന്നാ ഛേദം? അവരാരും എൻ്റെ പിള്ളേരല്ലല്ലോ. അങ്ങനെ നമുക്ക് ധരിച്ചിട്ട് പോകാൻ ഒരു ക്രിസ്ത്യാനിക്ക് അവകാശമുണ്ടോ? സ്വന്തം മക്കളെ പോലെ തന്നെ മറ്റുള്ളവരെ കൂടെ ആത്മാവിലെടുത്തൊന്ന് സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ കൂടെ നേടാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം വളരെ സത്യമാണ്. ഒരപ്പനും ഒരമ്മയും ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോവില്ല. അപ്പൻ പോയാൽ അമ്മ പോയിരിക്കും, അമ്മ പോയാൽ അപ്പൻ പോയിരിക്കും. അപ്പനും അമ്മയും സ്വർഗത്തിലേക്കാണെങ്കിൽ ഈ സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ മക്കൾ എങ്ങോട്ട് പോകും? ഉറപ്പായിട്ടും ആ മക്കളും സ്വർഗത്തിലേക്ക് പോകും. നമുക്ക് പരസ്പരം ഇങ്ങനെ ഒരു കരുതലോടെ ജീവിക്കാൻ സാധിക്കും. നമ്മൾ വേണ്ടാത്ത വാക്കുകൾ പറയുന്ന കുറ്റം പറയുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൃപ നമ്മളിൽ നിലനിൽക്കില്ല. കാരണം അന്ധകാരത്തിനും പ്രകാശത്തിനും ഒന്നിച്ചൊരിടത്തും വസിക്കാൻ പറ്റുകയില്ല. സ്നേഹത്തിനും വെറുപ്പിനും കൂടെ, ദൈവസ്നേഹത്തിനും വെറുപ്പിനും കൂടെ ഒരു ആത്മാവിലും ഒരു മനസ്സിൽ ഇരിക്കാൻ പറ്റുകയില്ല. ഓരോ ദിവസം കഴിയും തോറും ശുദ്ധീകരിക്കപ്പെട്ട മക്കളായി ഞാനും നിങ്ങളും മാറണം. ശുദ്ധീകരിക്കപ്പെട്ട മക്കളായി നമ്മൾ എവിടെ ആയിരിക്കുന്നോ അവിടെ നമ്മളിൽ ജീവിക്കുന്ന ക്രിസ്തുവിന്റെ പ്രകാശം കാട്ടിക്കൊടുക്കാൻ കഴിവുള്ളവരായിരിക്കണം. കാരണം നമ്മളെ കാണുന്നവന് ഒരു പ്രത്യാശ ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നലത്തെ ദിവസം പാലിയേറ്റീവ് കെയറിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്നെ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോൾ സ്റ്റേജിൽ ഇരിക്കുന്ന ആൾക്കാരെ ഒന്നും എനിക്ക് പരിചയമില്ല. പക്ഷെ അവർക്കെല്ലാം എന്നെ അറിയാം. അവർ പറഞ്ഞു, ഈ കുഞ്ഞച്ചേട്ടൻ ഇങ്ങനെ പാലാരിവട്ടത്തോട് ഇങ്ങനെ വീൽചെയറിലും മെട്രോയിലും ഒക്കെ കയറി റോഡിൽ കൂടെ ഒക്കെ ഓടിപ്പോകുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമാണ് ആദ്യകാലങ്ങളിൽ തോന്നിയത്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ജീവിതം ഞങ്ങൾക്കൊരു എനർജിയാ. കാരണം ഇത്രയും തളർന്ന ഒരു മനുഷ്യൻ ഇത്രയും വിൽപവറോടുകൂടി ദൈവവിശ്വാസത്തോടുകൂടി എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ഈ മനുഷ്യന്റെ ജീവിതം, ഞാൻ പറഞ്ഞ ഞാൻ എന്നെ പൊക്കുകയല്ല, അങ്ങനെ ആരും ധരിക്കുകയും വേണ്ട. അങ്ങനെ പൊങ്ങാനുള്ള വലിപ്പമൊന്നും ഇല്ല. ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യൻ എന്നെ കണ്ടിട്ട് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞ അത്രയും വലിപ്പമൊന്നും എനിക്കില്ലാന്ന് എനിക്ക് എൻ്റെ ഉള്ളിൽ അറിയാം. പക്ഷേ നമ്മളുടെ നാവ്, നമ്മളുടെ നോട്ടം, നമ്മളുടെ ചിന്ത, നമ്മളുടെ പ്രവൃത്തി മറ്റുള്ളവർക്ക് മുൻപിൽ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ആണെങ്കിൽ നിങ്ങളും ഞാനും ഈ ലോകത്തിന്റെ സുവിശേഷമായി മാറും. സുഖമാണോ എന്ന് ചോദിച്ചാൽ അത് സുവിശേഷമാകും. കാരണം ഉള്ളിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തോടെയാണ് ചോദിക്കുന്നതെങ്കിൽ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ വായിക്കുന്ന സുവിശേഷം, ഗ്രഹിക്കുന്ന സുവിശേഷം ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഉറപ്പായി ഇതിനൊന്നും ഫലം നമുക്ക് കിട്ടത്തില്ല. ഫലം കിട്ടണമെങ്കിൽ ജീവിച്ചേ മതിയാവൂ. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമെന്ന് ദൈവവചനം പറയുമ്പോൾ എൻ്റെ പ്രവൃത്തിയും എൻ്റെ വാക്കും ഒരേ വഴിക്ക് പോകുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഓരോ ദിവസവും കടക്കാരായിട്ട് കട്ടിലേക്ക് കയറുമ്പോൾ ഒന്ന് ചിന്തിക്കണം, ദൈവമേ ഇന്ന് എവിടെല്ലാം പോയി, ആരെയെല്ലാം കണ്ടു, എന്തെല്ലാം പറഞ്ഞു, നിനക്കിഷ്ടമില്ലാത്തത് എന്തൊക്കെയോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് പൊറുക്കണമേ. കാരണം നിന്റെ കാലിൽ
എൻ്റെ അപ്പൻ പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. എനിക്കൊരു 10-18 വയസ്സുള്ള സമയമാണ്. അപ്പൊ ഇങ്ങനെ അറിയാമല്ലോ, കാര്യമായ ഒരു ബോധമില്ലാത്ത കാലമാണ്. ഓടി നടന്ന് ഇങ്ങനെ ജീവിക്കുക. രാത്രി കിടക്കാൻ വന്നു, അപ്പനകത്ത് കട്ടിലേ കിടക്കുന്നു. അപ്പന്റെ മുറി തുറന്നാൽ ഞാൻ കിടക്കുന്ന ഹാളിൽ കിടക്കുന്ന ഭാഗം അപ്പന് കാണാം. ഞാൻ ചുരുണ്ട പാ, എത്ര വർഷം മുമ്പാ, 40-45 വർഷം മുമ്പാ, ചുരുണ്ട പാ നിവർത്തിയിട്ട് അതിലോട്ട് അങ്ങ് കിടന്നു. അപ്പൻ എന്നോട് ചോദിച്ചു, എടാ പ്രാർത്ഥിക്കുന്നില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചല്ലോ, സന്ധ്യക്ക് കൊന്തയില്ലെന്നാ ഞാൻ ഈ പറയുന്നത്. അപ്പൻ എന്നോട് പറഞ്ഞു, കിടക്കുമ്പോൾ പ്രാർത്ഥിക്കണ്ടേ? ഞാൻ ചോദിച്ചു, കിടക്കുമ്പോൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അപ്പൻ എന്നോട് ചോദിച്ചൊരു ചോദ്യം ഇങ്ങനെയാണ്, കിടക്കാൻ പോകുമ്പോൾ കാലയിൽ ചെളി വെച്ചോണ്ട് ആരെങ്കിലും കിടക്കാൻ പോവുകയോടാ? കിടന്നാൽ എന്നാ പറ്റും? അപ്പൊ ഞാൻ പറഞ്ഞു, കാലയിൽ ചെളി വെച്ചോണ്ടാ കിടക്കാൻ പോണെങ്കിൽ ഉടുക്കുന്ന തുണിയും കിടക്കുന്ന പായും പുതയ്ക്കുന്ന തുണിയും എല്ലാം വൃത്തികേടാകും. ആ രാത്രിയിൽ ഒരു സ്വസ്ഥതയും ഉണ്ടാകത്തില്ല ഉറങ്ങാൻ. അങ്ങനെ ഒരവസ്ഥയുണ്ട്. അപ്പൊ അപ്പൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എന്നാൽ എടാ നേരം വെളുത്തപ്പോൾ എവിടെല്ലാം പോയി? ആരുടെയെല്ലാം കൂടെ തല്ലുപിടിക്കാൻ പോയി? വഴക്കുണ്ടാക്കാൻ പോയി? എവിടെയെല്ലാം പോയി? എല്ലാം നന്മയാണോ പറഞ്ഞത് ചെയ്തതും ഒക്കെ? എവിടെയെങ്കിലും ഒക്കെ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഈ കാലയിൽ ചെളി കഴുകി കളയുന്നത് പോലെ നിന്റെ മനസ്സിലുണ്ടായിരിക്കുന്ന ഇന്നിൽ നിന്ന് വന്നുപോയ അബദ്ധങ്ങൾക്ക് കർത്താവേ കരുണ തോന്നണമേ, ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് നീ ഒന്ന് ഏറ്റുപറയുമ്പോൾ കാലയിലെ ചെളി കഴുകി കളഞ്ഞിട്ട് സ്വസ്ഥതയോടെ ഉറങ്ങുന്ന ഒരു മനുഷ്യനെ പോലെ ആത്മാവിൽ സമാധാനത്തിൽ ദൈവത്തിന്റെ കരങ്ങളിൽ ഉറങ്ങാൻ പറ്റും. എൻ്റെ അപ്പൻ ബൈബിൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പ്രായോഗിക ജീവിതത്തിൽ അദ്ദേഹം വലിയൊരു വിശുദ്ധനായിരുന്നു. ഒരു മനുഷ്യനെയും പറ്റിക്കില്ല. ഒരു മനുഷ്യനെ നഷ്ടം സഹിച്ച് സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അതാണ് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ മോഡൽ എൻ്റെ അപ്പന. കാരണം എൻ്റെ കൺമുമ്പിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്നതാ. അപ്പൻ പാടത്ത് ജോലിക്ക് പോയാൽ അപ്പൻ പിത്തള ചോറ്റുപാത്രത്തിൽ, ഈയം പൂശിയ പിത്തള ചോറ്റുപാത്രത്തിൽ കൊണ്ടുപോകുന്ന ചോറ് അപ്പൻ ഉണ്ണാറില്ല. അപ്പൻ ഒരു പണിക്കാരനും അയാളുടെ ഭാര്യയും ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊന്നും ഇല്ലെങ്കിൽ ഇത് കൊണ്ടുപോയി കഴിക്കെന്നും പറഞ്ഞ് ചോറ്റുപാത്രം എടുത്തു കൊടുക്കുന്ന മനുഷ്യനാണ്. ഞാൻ പറയുന്നത്, അപ്പൻ അന്ന് കൊടുത്തത് ഞങ്ങളുടെ കൺമുൻപിൽ കണ്ടത് കൊണ്ട് ഇന്നും ജീവിതത്തിൽ കഴിയുന്ന നന്മ മറ്റുള്ളവർക്ക് ചെയ്തുകൊണ്ട്, അത് വാക്കുകൊണ്ട്, നോക്കുകൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആരോഗ്യം കൊണ്ട്, നല്ല വാക്കുകൊണ്ട്, സമ്പത്ത് കൊണ്ടൊക്കെ മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ ഞാൻ നിങ്ങൾ സമാധാനത്തിന്റെ മക്കളും ദൈവത്തിന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുമായി ജീവിക്കാൻ പറ്റും. ബൈബിൾ മുഴുവൻ 10 പ്രാവശ്യം വായിച്ചു എന്ന് പറയുന്ന ഊറ്റം കൊള്ളുന്ന ഒരു മനുഷ്യ, ഈ ബൈബിൾ പറഞ്ഞ വചനം നീ ജീവിക്കുന്നില്ലെങ്കിൽ, നീ പറയുന്നതെല്ലാം നെഗറ്റീവ് ആണെങ്കിൽ, നിന്റെ ചിന്ത മുഴുവൻ രക്ഷപ്പെടത്തില്ല എന്നാണെങ്കിൽ നിന്നെ രക്ഷിക്കാൻ ആർക്ക് കഴിയും? പത്രോസ് വെള്ളത്തിൽ താന്നു പോകുമ്പോൾ കർത്താവ് കൈ നീട്ടി കൊടുത്തെന്നാ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ കൈയെ പിടിക്കാൻ നീ നിന്റെ കൈ പൊക്കി കൊടുത്താലല്ലേ കർത്താവിന് നിന്നെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. സഹോദരങ്ങളെ, അതുകൊണ്ട് ജീവിതം കൊണ്ട് കർത്താവിനെ കണ്ടെത്താൻ, ബൈബിളിൽ ക്രിസ്തുവിനെ കണ്ടെത്താൻ എളുപ്പമാ. പക്ഷെ ജീവിതത്തിൽ കണ്ടെത്തി ആ ക്രിസ്തുവിന്റെ കൂടെ ജീവിക്കാൻ, ഞാൻ പറയട്ടെ, ഒരിക്കലും ദൈവത്തിന്റെ പരിശുദ്ധാത്മയും ഇങ്ങനെ വെളിപ്പെടുത്തി തന്നു, ഈ 4 സുവിശേഷവും സ്വർഗത്തിൽ പോകാനുള്ളതല്ല. അയ്യോ എന്റെ ദൈവമേ. അപ്പൊ എനിക്ക് തോന്നി എനിക്കെന്തോ കുഴപ്പമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് ഇത് ശരിയല്ല, ഇത് വായിക്കുകയും പ്രസംഗിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് സ്വർഗത്തിൽ പോകാനാ. അപ്പൊ പറഞ്ഞു, ഈ ബൈബിളിലെ പുസ്തകത്തിൽ ഇരിക്കുന്നതൊന്നും നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ? നിന്റെ ഉള്ളിയിരിക്കുന്ന ദൈവവചനമേ സ്വർഗത്തിൽ നിന്നെ കൊണ്ടുപോകത്തുള്ളൂ. എനിക്ക് മനസ്സിലായില്ല. നീ ഈ വചനം വായിച്ച് ഗ്രഹിച്ചത് നിന്റെ ജീവിതത്തിൽ, നിന്റെ ആത്മാവിൽ സ്വീകരിച്ചുകൊണ്ട് നിന്റെ പ്രവൃത്തിയിലൂടെ ഇത് കൊടുക്കണം. എന്നിട്ട് പറഞ്ഞു, ഈ 4 സുവിശേഷവും നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകില്ല. നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ 5ാമതൊരു സുവിശേഷം ഉണ്ടാകണം. അപ്പൊ എനിക്ക് മനസ്സിലാകുന്നില്ല, 5ാമത്തെ സുവിശേഷം. അപ്പൊ ഞാൻ ചോദിച്ചു, പരിശുദ്ധാത്മാവാണോ വെളിപ്പെടുത്തി തരുന്നത്? ആണെങ്കിൽ ഒന്ന് പറഞ്ഞു തരണമേ, ഈ 5ാമത്തെ സുവിശേഷം ആരെനിക്ക് എഴുതി തരും? പരിശുദ്ധാത്മാ പറഞ്ഞു, ആരും എഴുതി തരില്ല. പിന്നെ എങ്ങനെയാണ്? നീ ജീവിതത്തിന്റെ പ്രവൃത്തികളിലൂടെ, നിന്റെ ഇന്ദ്രിയങ്ങളിലൂടെ സുവിശേഷം കൊടുക്കണം. എനിക്ക് ബോധം കിട്ടുപോയി. കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, ത്വക്ക്, 5 ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. ഈ ഇന്ദ്രിയങ്ങളിലൂടെയാണ് ലോകങ്ങൾ നമ്മളിലേക്ക്, ഈ ഇന്ദ്രിയങ്ങളിലൂടെയാണ് ലോകത്തിന്റെ പാപങ്ങൾ കയറി വരുന്നത്. അപ്പോഴെങ്ങനെയാണ് നമുക്ക്
ഇതേ ഇന്ദ്രിയങ്ങളിലൂടെ ദൈവത്തിന്റെ സ്നേഹത്തെ കൊടുക്കാൻ പറ്റുക. അപ്പൊ പരിശുദ്ധാത്മ പറഞ്ഞ ഇങ്ങനെ വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ദൈവസ്നേഹം നിന്റെ ഇന്ദ്രിയങ്ങളിലൂടെ സഹജീവിയിലേക്ക് കൊടുക്കണം. ഇപ്പൊ കണ്ണ്, കാത്, നാക്ക്, മൂക്കത്തൊക്കെ 5 ഇന്ദ്രിയങ്ങളാ. ഞാൻ ചോദിച്ചു, കർത്താവേ എനിക്ക് മനസ്സിലാകുന്നില്ല, പരിശുദ്ധാത്മാവെ വെളിപ്പെടുത്തി തരണമേ, കണ്ണുകൊണ്ട് എങ്ങനെ സുവിശേഷം കൊടുക്കും? പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നത് ഇങ്ങനെയാണ്: നീ സ്നേഹത്തോടെ നോക്കുമ്പോഴെല്ലാം നിന്നിൽ വസിക്കുന്ന ക്രിസ്തുവിനെ നിന്നെ കാണുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ല. എന്നോട് ചോദിച്ചു, നിന്റെ അടുത്തേക്ക് ഒരു കൊച്ചു കുഞ്ഞ്, പിച്ച വെക്കുന്ന കൊച്ചു കുഞ്ഞ് നടന്നു വരുമ്പോൾ ആ കുഞ്ഞ് നിന്നെ എവിടെയാ നോക്കുന്നത്? ഞാൻ പറഞ്ഞു, എന്നെ മുഴുവനാ നോക്കുന്നത്. പരിശുദ്ധാത്മാവ് പറഞ്ഞു, അല്ല, നിന്റെ കണ്ണിലേക്കാണ് നോക്കുന്നത്. നീ വിളിച്ചു, വാവേ വാ, നടന്നു വാന്ന് വിളിച്ചപ്പോൾ ആ കൊച്ചു നിന്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ആ കുഞ്ഞ് നിന്റെ അടുത്തേക്ക് നടന്നു വരുന്നു. എന്നിട്ട് ആ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇനി കണ്ണുരുട്ടി നോക്കിയാൽ എന്ത് സംഭവിക്കും? നീ ഒന്ന് കണ്ണുരുട്ടി നോക്കിക്കേ. കൊച്ചിനെ കണ്ണുരുട്ടി നോക്കുകയും കൊച്ചു വീണ് തല്ലി കരഞ്ഞുകൊണ്ട് ഓടുകയാ. എന്നോട് ചോദിച്ചു, നീ കുഞ്ഞിനോട് വല്ലതും പറഞ്ഞോ? ഞാൻ ഇങ്ങോട്ട് വരാനേ വിളിച്ചുള്ളൂ, പക്ഷെ എന്റെ നോട്ടം ശരിയില്ല എന്ന് മനസ്സിലായി കൊച്ചു തിരിച്ചോടുകയാ. പരിശുദ്ധാത്മാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: നീ സ്നേഹത്തോടെ നോക്കുമ്പോൾ നിന്നിൽ വസിക്കുന്ന ക്രിസ്തുവിനെ നിന്നെ കാണുന്നവൻ കാണും. നീ വെറുപ്പോടെ, നീ കോപത്തോടെ, നീ അസൂയയോടെ, ആസക്തിയോടെ നോക്കുമ്പോൾ നിന്നിൽ വസിക്കുന്ന തിന്മ വെളിപ്പെടും. അത് സുവിശേഷമാകില്ല. അതുകൊണ്ട് നീ സ്നേഹത്തോടെ നോക്കുക, നിന്റെ നോട്ടം സുവിശേഷമായി മാറും. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണുകൊണ്ടുള്ള സുവിശേഷം എനിക്ക് മനസ്സിലായി. അടുത്ത ഇന്ദ്രിയം കാതാണ്. ഞാൻ ചോദിച്ചു, കാത് കൊണ്ട് എങ്ങനെ സുവിശേഷമാകും? ഇത് കേൾക്കാൻ മാത്രമല്ലേ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്: നീ ക്ഷമയോടെ മറ്റൊരാളെ കേൾക്കുമ്പോൾ. ഒരാൾ വന്ന് അയാളുടെ സങ്കടം പറയുന്നു, അല്ലെ ഒരാളുടെ തകർച്ച പറയുന്നു, അയാളുടെ വേദന പറയുന്നു, അയാളുടെ രോഗം പറയുന്നു. ഇത് കേൾക്കാൻ അത്ര സുഖമുള്ള കാര്യമല്ല. പക്ഷേ ദൈവസ്നേഹത്തെ പ്രതി അയാളുടെ ശബ്ദത്തിനായി നീ നിന്റെ കാതുകൾ ദൈവസ്നേഹത്തോടെ കൊടുക്കുമ്പോൾ, നമുക്കറിയാം, ഞാൻ ഈ കൗൺസിലിങ്ങിനൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, ചില മനുഷ്യരോട് നമ്മൾ അങ്ങോട്ടൊന്നും പറയണ്ട, അവരിങ്ങോട്ട് പറയുന്നതൊന്ന് കേട്ടോണ്ടിരുന്നാൽ മതി. പിന്നെന്ത് പറ്റി, പറ, ധൈര്യമായിട്ട് പറ എന്ന് പറഞ്ഞ് നമ്മളൊരാളെ പ്രോത്സാഹിപ്പിച്ച് അയാളുടെ മനസ്സിലുള്ളതെല്ലാം ഒന്ന് പറഞ്ഞു തീർന്നു കഴിയുമ്പോൾ ദീർഘശ്വാസം വിട്ടുകൊണ്ട് അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പൊ എന്തുമാത്രം സമാധാനമായെന്നറിയാമോ? മറ്റുള്ളവരുടെ വിഷമങ്ങളും വേദനകളും ഈ കാതുകൾ കൊണ്ട് കേൾക്കുമ്പോൾ നിന്റെ കാതിലൂടെയുള്ള സുവിശേഷം സാധ്യമാവുകയാണ്. മൂന്നാമത്തെ ഇന്ദ്രിയം നാവാണ്. നമുക്കറിയാം, നാവ് കൊണ്ട് പാട്ട് പാടാനും പ്രസംഗിക്കാനും സുവിശേഷം പറയാനും സ്നേഹത്തിന്റെ വാക്ക് പറയാനും ഒക്കെ സാധിക്കും. നാവ് കൊണ്ടുള്ള സുവിശേഷം ഒരുമാതിരി എല്ലാവർക്കും അറിയാം. അപ്പൊ നാവ് കൊണ്ടുള്ള സുവിശേഷവും നമുക്ക് മനസ്സിലാവും എളുപ്പം. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, സുഖമാണോ എന്ന് ചോദിച്ചാൽ അത് സുവിശേഷമാകണം. സാരമില്ലെന്ന് ധൈര്യമായിട്ട് ഇരിക്കെന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നവർക്ക് പ്രത്യാശ കൊടുക്കുന്നെങ്കിൽ പറയുന്ന വാക്ക് സുവിശേഷമായി മാറും. അടുത്ത ഇന്ദ്രിയം മൂക്കുകൊണ്ട് എങ്ങനെ സുവിശേഷം കൊടുക്കുന്നത്? അയ്യോ, ഒരു പിടിയില്ല. 2 ദിവസം മുഴുവൻ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ ഈ മൂക്ക് കൊണ്ട് എങ്ങനെ സുവിശേഷമാകും? പരിശുദ്ധാത്മാവ്, ഞാൻ എൻ്റെ ആത്മീയ സുഹൃത്തുക്കളോട് ഇങ്ങനെ പങ്കുവെച്ചടാ, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഈ 5 ഇന്ദ്രിയങ്ങളിൽ 4 കിട്ടി, മൂക്കുകൊണ്ടുള്ള സുവിശേഷം എന്താണെന്ന് മനസ്സിലായില്ല. എൻ്റെ ഒരു കൂട്ടുകാരനിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു. അവൻ എന്നോട് ചോദിച്ചത് ഇങ്ങനെയാണ്: കുഞ്ഞോനെ, ഈ പഴുത്തും പുഴുത്തുമുള്ള വ്രണമുള്ള ഒരു മനുഷ്യൻ, തെരുവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ നമ്മുടെ അടുത്തൂടെ നടന്നു പോയാൽ എന്തോ ഒരു ദുർഗന്ധമായിരിക്കും. ഞാൻ പറഞ്ഞു, സത്യമാണ്. അതുപോലെ എന്നോട് പറഞ്ഞു, കോർപ്പറേഷന്റെ വണ്ടിയൊക്കെ പോകുമ്പോൾ, അപ്പൊ ഒരു ദുർഗന്ധത്തിന്റെ ഉറവിടം കടന്നു പോകുമ്പോൾ, എനിക്കിത് നല്ല പരിചയമുണ്ട്. ഞാൻ കുറെ നാൾ മാനസിക രോഗികളെ നോക്കുന്ന ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കാനിടയായി. കാരണം അതിന്റെ ഗേറ്റ് കയറുമ്പോൾ അവിടെ ഒരു വല്ലാത്ത മണമാണ്. ദൈവസ്നേഹം ഉള്ളിൽ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, ദുർഗന്ധം സഹിച്ചുകൊണ്ട് ദുർഗന്ധത്തിന്റെ ഉറവിടമായ ഒരു മനുഷ്യനെ ആശ്വസിപ്പിക്കാൻ സാധിച്ചാൽ. പുഷ്പേരി ആശുപത്രിയിൽ ദീർഘകാലം കിടന്ന സമയത്ത് എൻ്റെ വീൽ ചെയർ മുരുട്ടി ഞാൻ ഈ പാലിയേറ്റീവ് കെയറിന്റെ ക്യാൻസർ വന്നിട്ട് മരിക്കാറായി കിടക്കുന്ന മനുഷ്യരെ കാണാൻ പോകാറുണ്ട്. അവിടെ പോയിരുന്ന് അവരുടെ കൂടെ കുറച്ചു നേരം ഇരിക്കും, ഇച്ചിരി നല്ല വർത്തമാനമൊക്കെ പറയും, ഒരു പാട്ടൊക്കെ പാടും.
അങ്ങനെ അവരെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. ഒരു ദിവസം ഞാൻ ആ വാതിക്കൽ ചെല്ലുമ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. എന്തൊരു നാറ്റം! ഞാൻ അവിടെ ഛർദ്ദിക്കും. പരുവത്തിലുള്ള ദുർഗന്ധമാണ്. എനിക്ക് സങ്കടമായി. കാരണം മുറിയിൽ കയറിയാൽ ഞാൻ ഛർദ്ദിക്കും. വേദനിച്ചിരിക്കുന്ന അവരുടെ മുമ്പിൽ അവരുടെ മണം കേട്ട് ഞാൻ ഛർദ്ദിച്ചാൽ അവർക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവും. ഞാൻ അല്പം അങ്ങോട്ട് മാറിയിരുന്നിട്ട് ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവേ, ഈ ദുർഗന്ധം ഞാൻ ഛർദ്ദിക്കാതിരിക്കാൻ തക്ക തരത്തിൽ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ ആ മുറിയിൽ കയറി കുറെ നേരം അവരുടെ കൂടി ഇരുന്ന് വർത്തമാനവും ഒക്കെ പറഞ്ഞു പാട്ടുമൊക്കെ പാടി ഇച്ചിരി നേരം പ്രാർത്ഥിച്ച് അവർക്ക് വലിയ സമാധാനം കൊടുക്കാനായി സാധിച്ചു. അപ്പം മൂക്ക് പറയുന്നു ഭയങ്കര നാറ്റമാണ്, ഇറങ്ങി ഓടിക്കൊള്ളുക, ഇവിടെ നിൽക്കാൻ കൊള്ളത്തില്ല. പക്ഷെ ഉള്ളിലുള്ള ആത്മാവ് പറയുന്നു നിന്നെപ്പോലെ ഉള്ള ഒരു മനുഷ്യ സൃഷ്ടിയാണത്. അതിന്റെ ബലഹീനതയോ രോഗമോ അദ്ദേഹത്തിന് വന്നിരിക്കുന്ന അവസ്ഥകളോ ആണിത്. ഇവിടെ നീ കരുണ കാണിച്ചവനോട് സ്നേഹത്തിൽ ആ ദുർഗന്ധം അല്പം ദൈവസ്നേഹത്തോട് സഹിച്ചുകൊണ്ട് നീ ആ ജീവിയെ ആശ്വസിപ്പിക്കുമ്പോൾ, ആ വ്യക്തിയെ ആശ്വസിപ്പിക്കുമ്പോൾ, നിന്റെ മൂക്കിന്റെ സഹായത്തോടെ ദുർഗന്ധം സഹിക്കുന്ന സഹനത്തിൽ ഇരുന്നു കൊണ്ട് നീ ആളെ ആശ്വസിപ്പിക്കുമ്പോൾ നീ സഹിക്കുന്ന ദുർഗന്ധവും സുവിശേഷമായി മാറും. കണ്ണുകൊണ്ട് സ്നേഹത്തിന്റെ നോട്ടം, കാതുകൊണ്ട് ക്ഷമയുടെ കേൾവി, നാവുകൊണ്ട് നല്ല വാക്കു പറയുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, ബലപ്പെടുത്തുന്ന, അനുഗ്രഹത്തിന്റെ വാക്കുകൾ പറയുന്ന, മൂക്കുകൊണ്ട് ദുർഗന്ധം സഹിക്കുന്ന, ദുർഗന്ധം സഹിച്ചുകൊണ്ട് ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ അനുഭവിക്കുന്ന വല്ലാത്ത ദുർഗന്ധം സഹിച്ചുകൊണ്ട് അവർ പല രോഗികളെയും നോക്കുന്നത്. അതിന്റെ എല്ലാം പിന്നിൽ ഒരു ദൈവീക രഹസ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് ധ്യാനത്തിൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ തൊടുപുഴയുള്ള ഒരു ആശുപത്രിയിൽ ഒരു രോഗിയെ കാണാൻ ഒരു യാത്രാമധ്യേ ആശുപത്രിയുടെ വാതിൽ കൂടെ പോയപ്പോൾ കൂടെയുള്ള ആൾ പറഞ്ഞു, ഇവിടെയാണ്ട് ഇന്ന ആൾ കിടപ്പുണ്ട്, തൊണ്ടയ്ക്ക് ക്യാൻസറാ. അപ്പൊ ആ ക്യാൻസർ രോഗിയുടെ പെങ്ങള് വന്ന് ഈ ധ്യാനത്തിൽ കൂടിയിട്ടുണ്ട്. അപ്പൊ അവര് വന്ന് രണ്ടുപേരും കൂടെ വന്ന് എന്നെ കണ്ടു. കാറിൽ ഞാൻ ഇരിക്കുക, ഞാൻ ഇറങ്ങിയില്ല. ഞാൻ അവർക്ക് വേണ്ടി കാറിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ പെങ്ങളുകുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ പൊന്നു ബ്രദറെ, ആ മൂക്ക് കൊണ്ട് പറഞ്ഞ സുവിശേഷമോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ചെന്നമോളെ പറഞ്ഞു, എന്റെ ചേട്ടന്റെ ആങ്ങളയുടെ തൊണ്ടയ്ക്ക് ക്യാൻസർ ആണ്, ഇവിടെ ഇങ്ങനെ തുളച്ചിട്ട് അകത്തുനിന്ന് പുഴു ഇറങ്ങി വരും ബ്രദറെ, വല്ലാത്ത മണമാ ബ്രദറെ. ഞാൻ അന്നേരം ആദ്യമൊക്കെ എനിക്ക് ഛർദ്ദിക്കാൻ വരുമായിരുന്നു. പക്ഷേ ബ്രദറെ, ധ്യാനം കഴിഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞില്ലേ, മൂക്കുകൊണ്ടുള്ള സുവിശേഷമാണത്, ആ ദുർഗന്ധം സഹിച്ച് ദൈവസ്നേഹം പകർന്നു കൊടുത്താൽ സുവിശേഷമായി അത് മാറുമെന്ന് പറഞ്ഞില്ലേ, ഇപ്പോഴും മണം ഉണ്ടെങ്കിൽ എനിക്ക് ഭാരമില്ലാതെ ഞാൻ ആ പ്രവൃത്തി ചെയ്യുന്നു. ഇപ്പൊ കണ്ണുകൊണ്ട് സ്നേഹത്തിന്റെ നോട്ടം, കാതുകൊണ്ട് ക്ഷമയുടെ കേൾവി, നാവ് കൊണ്ട് ബലപ്പെടുത്തുന്ന വാക്ക്, മൂക്കുകൊണ്ട് ദുർഗന്ധം സഹിച്ചുകൊണ്ടുള്ള സ്നേഹം. അടുത്ത ഇന്ദ്രിയം ത്വക്കാണ്. സ്പർശനേന്ദ്രിയം, തൊട്ടാൽ അറിയുന്ന ശരീരത്തിലെ മുഴുവൻ ഭാഗവും ഈ അവയവത്തിൽപ്പെടും, സ്പർശനേന്ദ്രിയത്തിൽപ്പെടും. അതിന് പ്രത്യേക ഒരു വ്യാഖ്യാനം വേണോ? സ്നേഹത്തോടെ തൊടുമ്പോഴെല്ലാം സ്പർശിക്കപ്പെടുന്ന പല മനുഷ്യർക്കും ആശ്വാസവും പ്രത്യാശയും സൗഖ്യവും ഒക്കെ ലഭിക്കുന്നു. കരയുന്ന കുഞ്ഞിനെ അമ്മ മാറോട് ചേർക്കുമ്പോൾ, സങ്കടപ്പെടുന്ന ഒരു ഭാര്യയെ ഭർത്താവ് ചേർത്ത് നിർത്തുമ്പോൾ, ഭർത്താവിനെ ഭാര്യ ചേർത്ത് നിർത്തുമ്പോൾ, അല്ല നമ്മുടെ കൂട്ടുകാർ വിഷമിക്കുമ്പോൾ, പല മരണ വീട്ടിലും ചെല്ലുമ്പോൾ നമ്മുടെ കൂട്ടുകാരോ സഹോദരങ്ങളൊക്കെ ആണെങ്കിൽ അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് സമാധാനമായി നിൽക്കടാന്ന് പറഞ്ഞുകൊണ്ടൊന്ന് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുമ്പോൾ അത്ഭുതം പോലെ നമ്മുടെ സ്പർശനം അവർക്ക് ആശ്വാസം കൊടുക്കും. സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസമായ തലോടലോ സ്പർശനമോ നിന്നിൽ നിന്ന് വന്നാൽ, എന്നാൽ ഇതിന് ഓപ്പോസിറ്റുള്ള കാര്യം കൂടി ചിന്തിച്ചു നോക്കണം. സ്നേഹമില്ലാതെ തൊട്ടാൽ മുഴുവൻ അശുദ്ധിയും പാപവും മ്ലേച്ഛതയും നമ്മളിൽ വന്നുകൂടും. സ്നേഹത്തോടെ തൊടുമ്പോൾ തൊടുന്ന സ്പർശനം ദൈവസ്നേഹത്തിന്റെ സ്പർശനമാകും. സ്നേഹമില്ലാതെ തൊടുമ്പോൾ അശുദ്ധവും പാപവും മ്ലേച്ഛവുമായി മാറും. ഈ കാര്യം പരിശുദ്ധാത്മാവ് ഇന്ദ്രിയങ്ങളിലൂടെ സുവിശേഷം നീ കൊടുത്താൽ വിശ്വാസിയായ നീ വിശുദ്ധനാകും. വിശുദ്ധൻ മരിച്ചാൽ നേരെ സ്വർഗത്തിലേക്ക് പോകും. എന്തെളുപ്പമായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് വിട്ടുകൊടുക്കാനും ഒന്ന് ക്ഷമിക്കുവാനും ഒന്ന് സ്നേഹിക്കുവാനും ഒന്ന് ചേർത്ത് പിടിക്കുവാനും ഒക്കെ സാധിച്ചാൽ, അത് കഴിഞ്ഞിട്ട് ആ ധ്യാനം പല സ്ഥലങ്ങളിൽ നടത്തുമ്പോൾ ഞാൻ ചെല്ലുന്നിടത്തെല്ലാം എന്നെ ധ്യാന ഗുരു എന്നോട് ആദ്യം പറയുന്നൊരു കാര്യമുണ്ട്, ആ ഇന്ദ്രിയങ്ങളിലൂടെയുള്ള സുവിശേഷം മറന്നു പോകരുത് കേട്ടോ. ഞാൻ ഒരുപാട് കാലങ്ങളിൽ എല്ലാ ധ്യാനങ്ങളിലും ഈ ഇന്ദ്രിയങ്ങളിലൂടെയുള്ള സുവിശേഷം, കാരണം ഇത് കുടുംബജീവിതത്തിൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലൊക്കെ വളരെ വലിയ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അറച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കാതെ ദൈവസ്നേഹം ഉള്ളിൽ വഹിക്കുന്ന ഒരു മനുഷ്യൻ
സഹജീവിയെ സ്നേഹിക്കുകയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമ്പോൾ അവൻ ആശ്വാസവും ഇവന് സ്വർഗരാജ്യവും കിട്ടുക. ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്കാണ് ചെയ്തത്. ഇന്നലെ പോയ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞ ഒറ്റക്കാര്യമുള്ളൂ. 10-75 പേര് വീൽ ചെയറിലും വടി കുത്തിപ്പിടിച്ചും കസേരയിലും ഒക്കെ ആയിട്ട് നിരങ്ങിയൊക്കെ ആയിട്ട് വന്ന് എടുത്തോണ്ട് വന്നവരൊക്കെ ഉണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, നമ്മൾ തോറ്റ മനുഷ്യരല്ല, നമുക്കാരുടെയും സഹതാപം ആവശ്യമില്ല, നമുക്ക് പലരുടെയും സഹായം ആവശ്യമുണ്ട്. അങ്ങനെയുണ്ട്, വാ തുറന്ന് ചോദിക്കണം, മറ്റുള്ളവർ നമ്മളെ സഹായിക്കും. തന്നെയുമല്ല, വയ്യാതിരിക്കുന്ന നിങ്ങളെയും എന്നെയും ദൈവം ഇങ്ങനെ ആക്കിയിരിക്കുന്നത് ശിക്ഷയല്ല. ഈ ലോകത്ത് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഈ രോഗിയായി കട്ടിലുകളിലൊക്കെ ഇരിക്കുന്നത്. ഇത് ദൈവം ഉപേക്ഷിച്ചതല്ല, ദൈവം വലിയൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. സഹോദരങ്ങളെ, ഈ 5 തരത്തിൽ സുവിശേഷം നിങ്ങൾ കൊടുത്താൽ നിങ്ങൾ വിശുദ്ധരാകും. നമുക്ക് ഒന്നിച്ച് സ്വർഗത്തിൽ വെച്ച് കാണാം. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നത്, നമുക്കൊരു നിമിഷം